2011-13 ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്തത്. ബയോളജി സയൻസ് ആയിരുന്നു എടുത്തത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ സയൻസുകാരുടെ വികാരം നമ്മളെയാണല്ലോ മച്ചമ്പി. കുറച്ചൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ +1 +2 ഒക്കെ സെക്കൻഡ് ടേം എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പല സബ്ജക്റ്റുകളും പല പരീക്ഷകളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എക്സാമിനേഷൻ്റെ പാറ്റേൺ മാറുന്നു. ഈ വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാലൊന്നും ഈ പരീക്ഷ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന സങ്കടം പറയുന്നുണ്ട്. സോ നമുക്ക് ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഉറപ്പായിട്ടും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. ഈ ഫിസിക്സ് നമ്മൾ വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സൂപ്പർഫിഷ്യലായിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരു A+ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയാണ്. പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് എടുക്കും, ഫുൾ മാർക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾ ചെയ്യുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഫിസിക്സ് പഠിക്കുന്നത് നമ്മുടെ കാണാതെ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എസ്സേ ഒക്കെ പഠിക്കുന്ന പോലെ ഓരോ ലോസ് ആയിക്കോട്ടെ, ഡെറിവേഷൻ ആയിക്കോട്ടെ, എല്ലാം ഈവൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യുക, അവർ ബൈ ഹാർട്ട് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആൻസർ ചെയ്യത്തുള്ളൂ. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റിന് നല്ലൊരു മാർക്കോട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തീരുമാനിക്കുന്നുണ്ട് ഇന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അത് ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ പരീക്ഷ എന്തായി, ടഫായി. അപ്പോൾ ഇത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റും? അത് ഇവർ ചെയ്യുന്നവരോട് വെച്ചാൽ ഇപ്പം ആദ്യത്തെ ഒരു കഴിഞ്ഞ പ്രീവിയസ് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോകും. അപ്പം അവർ പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത് മുതലായിട്ട് ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതായത് എൻ്റെ അവർ കാണാത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. പക്ഷെ ഒരു നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു പോയിട്ടുണ്ട്. ടഫ് ക്വസ്റ്റ്യൻ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും അല്പം ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് വരുന്നത്. അപ്പോൾ ഇവർ പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻ ചോദിക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ടും പേടിച്ചു, എന്തോ ഒരു പുതിയ സാധനമാണ് ഈ വന്നിരിക്കുന്നത്, ഉറപ്പായും എന്ത് ചെയ്യത്തില്ല, ആൻസർ ചെയ്യത്തില്ല. അതാണ് സംഭവിക്കുന്നത്. ഞാൻ ഈ പഠിക്കുന്ന കാലത്തും ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജസീൽ സാറും പറഞ്ഞത്, NCERTക്ക് പുറത്തുനിന്ന് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പം ഞാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നോട്ട്സ് വായിക്കുന്നു, കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നു എന്നല്ലാതെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നില്ല. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഈ എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ കവർ ചെയ്യുക? അത് ഒരു കോമഡി ഉള്ള കാര്യമാണ്. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിന് മാത്രം എടുക്കി വെച്ച ചിത്രങ്ങൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 700-800 പേജിനടുത്തുണ്ട്. ഈ 800 പേജോളം എല്ലാ കുട്ടികളും ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചിട്ട് പോകുന്നത് പ്രാക്ടിക്കൽ എന്തല്ല പോസിബിൾ. പക്ഷെ അത് പഠിച്ചിട്ട് പോകണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ ഒരിക്കലും എന്തല്ല, ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇതിന്റെ എല്ലാ NCERT ഫുൾ കവർ ചെയ്ത് പോകുന്നത് പ്രാക്ടിക്കൽ എന്തല്ല കുറച്ച് സമയം മാത്രമേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ഡെറിവേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്ത്, ആ ലോസ് ഒക്കെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത്, ഒരു ക്രിസ്പ് നോട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലൊക്കെ ഒരു ചാപ്റ്ററൊക്കെ സിമ്പിൾ ആയിട്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ NCERT അകത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന പറയുന്നത് കുട്ടികൾക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഫിസിക്സിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഞാനൊരു +1 +2 വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കും. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളുടെ പെർഫോമൻസിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ പഠിച്ച രീതികളുടെ പ്രശ്നമായിരിക്കും. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയുള്ള ഈ സമയത്തിനുള്ളിൽ എനിക്കൊരു A+, ഉറപ്പായിട്ടും ഞാൻ 80 ഔട്ട് ഓഫ് 60 ആണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഒരു A+ന്റെ മുകളിലേക്കുള്ള സ്കോർ ഒരു 60 ടാർഗറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യം സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കണം? അതായത് ഉറപ്പായിട്ടും സാറ് പറഞ്ഞു NCERT മൊത്തം വായിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല, ഞങ്ങൾക്ക് പറയാൻ കാര്യം എത്ര സമയമുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ നമ്മളിപ്പം ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് അവർ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ ആയിരിക്കും, അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 3 ഇവർ എന്ത് ചെയ്യുന്നത്, കുഴപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വെച്ചാൽ അതിനകത്തുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒരു ചെറിയ പേപ്പറിനകത്ത് എന്ത് ചെയ്യണം, ഒന്ന് എഴുതി വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്രിസ്പായിട്ടുള്ള നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എൻ്റെ അതിനകത്ത് കൊടുക്കുന്ന ഇൻസ്റ്റാലെൻ പോലെയുള്ള നോട്ടുകൾ അല്ലേ, ആ നോട്ടുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക. നമ്മൾ എൻ്റെ ഗെയിമിൽ കൊടുക്കുന്നൊരു ഇതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്.
ഈ മൈൻഡ് മാപ്പ് ഒക്കെ ഭയങ്കര ഇതാണ്. എക്സാമിന്റെ തലേദിവസം തന്നെ നമുക്ക് 14 ചാപ്റ്ററും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ സാധിക്കും. ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ പല കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ കാണാതെ പഠിക്കുന്നത്. ഈ കാണാതെ ഡെറിവേഷൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. കാരണം ഫിസിക്സിനെ സംബന്ധിച്ചോളം നമുക്കൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ നമ്മൾ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് എങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എന്ത് പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ആക്ച്വലി നമ്മൾ ഈ ഡെറിവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈൻ ബൈ ലൈൻ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമുക്ക് കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒതുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുകൾ പക്കയാക്കി കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഇക്വേഷൻ എന്നായിരിക്കും, ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പോൾ H ഈസ് ഈക്വൽ ടു 2s cos θ ഡിവൈഡ് ബൈ a റോജ് എന്നൊരു ഇക്വേഷനിലേക്ക് അതെ എ എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കും. അപ്പോൾ എക്സാം ചോദിക്കുകയാണ് റേഡിയസ് കുറഞ്ഞാൽ ഹൈറ്റ് എന്ത് സംഭവിക്കും ചോദിക്കും. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പഠിച്ചിട്ടില്ല, സംഘം പഠിച്ചു. പക്ഷേ ഇക്വേഷൻ അറിയാമെങ്കിൽ H ഈസ് ഇൻവേഴ്സ് പ്രൊഷൻ എ ആണ്. അപ്പോൾ എ കുറഞ്ഞാൽ H എന്ത് ഈക്വൽ. അങ്ങനെയുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ എളുപ്പത്തിൽ അതിനെ പറ്റും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ തറവായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ബൈഹാർട്ട് എന്നാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ജസീൽ സാർ പറഞ്ഞിട്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുറേയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉറപ്പായിട്ടും എൻ്റെ സബ്ജക്ട് അതല്ല എന്ന് തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ അവസാനമായിട്ട് എൻ്റെ ചോദ്യം ഇതാണ് സാർ, നമ്മളിതൊക്കെ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ സാറ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതൊക്കെ. പക്ഷേ ഇപ്പം ഞാനൊരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് സാർ ഈ പറഞ്ഞതൊക്കെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ വളരെ കുറച്ച് സമയമുള്ളൂ. അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഈ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ളതൊക്കെ അതത്ര രസമുള്ളൊരു സാധ്യതയൊന്നുമല്ല. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യണം. പക്ഷെ ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്ന് നമുക്ക് സമയം വളരെ കുറവാണ്. 2 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ചോദ്യങ്ങൾ വരുന്നില്ല. കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ടീക്ക് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ലിമിറ്റഡ് ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഏറ്റവും അറ്റ് എൻഡ് ഓഫ് ദ വീഡിയോ അവർ ആഗ്രഹിക്കുന്നതും ആ ഒരു ചോദ്യത്തിന് റിപ്ലൈ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോപ്പർ എന്ത് ചെയ്യുക, ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ആക്കുക. ഈ അവസാന നിമിഷം NCERT മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു മാർക്കിൽ എടുത്ത് തരാൻ ഒരിക്കലും സാധിക്കത്തില്ല. കുറഞ്ഞ ദിവസം, ഇനി 40 ദിവസം അങ്ങോട്ടേ ഉള്ളൂ, മോഡൽ എക്സാമിന് ഒറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടൊരു നല്ലൊരു നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണലായിട്ട് സപ്പോർട്ടിന് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ചർച്ചാ വിഷയം തന്നെയാണ് എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. കേരളത്തിൽ ഹയർ സെക്കൻഡറിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ബാച്ച് കൂടിയാണ്. നമ്മുടെ റിവിഷൻ പ്രോഗ്രാമാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. നമ്മുടെ എൻഡ് ഗെയിമിനകത്ത് നിങ്ങൾക്കുള്ള എല്ലാ ടൈം ടേബിളും ഫുൾ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഷോർട്ട് നോട്ടുകളും മൈൻഡ് മാപ്പുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് എൻഡ് ഗെയിമിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഡെയിലി നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ലൈവ് ക്ലാസ്സിന് ശേഷം നമ്മൾ ടോപ്പർ സീരീസ് എന്ന് പറയുന്ന ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്ന ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ. കാരണം ഇപ്പം നമ്മളും എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്കറിയാം രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സാർ അപ്പോൾ ഈ ടോപ്പർ സീരീസ് പറയുമ്പോൾ ടോപ്പേഴ്സിന് മാത്രമുള്ള സീരീസ് ആണോ? ടോപ്പർ വെച്ചാൽ നമുക്ക് A+ ലെവൽ, ചോദിക്കില്ല. അതാണ് ടോപ്പർ സീരീസ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ ടോപ്പർക്ക് മാത്രമല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഒരു ടോപ്പറായിട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും. അതെ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ എൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കയറി പോകുന്നേക്ക് മുഴുവൻ മാർക്കും ഞങ്ങൾ സെറ്റ് ആക്കി തരാം. ഓക്കെ അല്ലേ സാറേ? ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമുക്ക് വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ ഫിസിക്സിന്റെ കാര്യം മാത്രമല്ല, എല്ലാ സയൻസ് സബ്ജക്റ്റുകളും നമ്മളവിടെ ഗംഭീരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. സോ അവർക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്.